أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أئنكم لتكفرون بالذي خلق الأرض في يومين وتجعلون له أندادا ذلك رب العالمين وجعل فيها رواسي من فوقها وبارك فيها وقدر فيها أقواتها في 4 أيام سواء للسائلين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1657 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായമായ സൂറത്ത് ഫുസ്സിലത്തിലെ 9-10 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ വതജഅലൂന ലഹു അൻദാദാ ذلك رب العالمين وجعل فيها رواسي من فوقها وبارك فيها وقدر فيها قواتها في 4 أيام سواء للسائلين. صدق الله العلي العظيم. സൂറത്ത് ഫുസ്സിലത്തിലെ 9-10 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തിന്റെ തുടക്കം മുതൽ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യത്തോട് വളരെ നിഷേധാത്മകമായ നിലക്ക് പ്രതികരിക്കുകയുണ്ടായ മക്കയിലെ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അവരോടുള്ള പ്രതികരണം എന്ന നിലക്കാണ് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. തങ്ങളുടെ ഹൃദയങ്ങള് മൂടിയിടപ്പെട്ട വിധത്തിലാണ്, ഒരു അഖിന്നത്തിനകത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളും അവരെ ഏതൊരു ചിന്താസരണിയിലേക്കാണോ അദ്ദേഹം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അക്കാര്യവും ഒന്നും തന്നെ അവരുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നില്ല. അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു ആവരണമുണ്ട്, അവരുടെ കാതുകൾക്ക് ബധിരതയാണ്. അവർക്കും അള്ളാഹുവിന്റെ ദൂതനും ഇടക്ക് ഒരു മതിൽക്കെട്ട് അല്ലെങ്കിൽ ഒരു ബാരിയർ തന്നെ, ഒരു തടസ്സം വന്നു നിൽക്കുന്നുണ്ട്. ഈ കാര്യമാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മുഹമ്മദ്, നീ എന്താണോ ഉദ്ദേശിച്ചത് അത് ചെയ്തു കൊള്ളുക, ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാണ് മക്കയിലെ ആളുകൾ പറയുകയുണ്ടായത്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാൻ വേണ്ടി അള്ളാഹു ഇവിടെ നിർദ്ദേശിച്ചൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ആ കാര്യം അടങ്ങിയ ആയത്തുകൾ നമ്മൾ പഠന വിധേയമാക്കി. നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ. ഇന്നമാന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. എനിക്ക് ദിവ്യ വെളിപ്പാട് ലഭിച്ചിട്ടുള്ളത് നിങ്ങളുടെ ആരാധ്യൻ ഇലാഹ്, ഏകനായ ഇലാഹ് മാത്രമാണ് എന്നതാണ്. ഫസ്തഖീമു ഇലൈഹി, അതിനാൽ നിങ്ങൾ അവന്റെ മാർഗത്തിൽ ദൃഢചിത്തതയുള്ളവരായി നിലകൊള്ളുക.
അവനോട് മഗ്ഫിറത്ത് തേടുകയും ചെയ്യുക. അതുപോലെ മുശ്രിക്കുകളാണ് അള്ളാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങുന്ന, അള്ളാഹുവിന്റെ വൈല് എന്ന ശിക്ഷ ഏറ്റുവാങ്ങുന്ന ആളുകൾ. അവര് സക്കാത്ത് നൽകാൻ കൂട്ടാക്കാത്തവരും പാരത്രിക ജീവിതത്തെ നിഷേധിക്കുന്നവരുമാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. എന്നാൽ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ശരിയായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് നിലച്ചു പോകാത്ത പ്രതിഫലമാണ്, അറ്റുപോകാത്ത, മുറിഞ്ഞു പോകാത്ത പ്രതിഫലമാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യവും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷം ഈ അള്ളാഹുവിന്റെ ഏകത്വത്തെയും പാരത്രിക ലോക ജീവിതത്തെയും ഒക്കെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് അവരുടെ വിശ്വാസപരമായ അടിത്തറ ഭദ്രമാണോ എന്നത് പരിശോധിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന വിധത്തിലാണ് ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച 9-10 ആയത്തുകളിൽ അങ്ങനെ ഒരു ചോദ്യമാണ് അടങ്ങിയിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഖുൽ, പ്രവാചകരെ അവരോട് ഇങ്ങനെ ചോദിക്കുക, അവരോട് ഇങ്ങനെ പറയുക, അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ ഈ ചോദ്യം ഉന്നയിക്കുക. അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ വതജഅലൂന ലഹു അൻദാദൻ ദാലിക റബ്ബുൽ ആലമീൻ. ഈ ഒരു ചോദ്യമാണ് അവരോട് ഉന്നയിക്കാൻ വേണ്ടി അള്ളാഹു തന്റെ പ്രവാചകനോട് ഇവിടെ ആവശ്യപ്പെടുന്നത്. അഇന്നകും ലതക്ഫുറൂൻ, നിങ്ങൾ നിഷേധിക്കുകയാണോ? ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ, 2 നാളുകളിലായി ഭൂമിയെ സൃഷ്ടിച്ചവനായ ഒരുവനെ. 2 യൗമുന്റെ ഡ്യൂറേഷൻ കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ നാഥനെ നിങ്ങൾ നിഷേധിക്കുകയാണോ എന്നതാണ് അവരോട് ചോദിക്കാൻ വേണ്ടി പറയുന്നത്. അഇന്നകും ലതക്ഫുറൂന, നിങ്ങൾ നിഷേധിക്കുകയാണോ? ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ, 2 ദിവസങ്ങളിലായിക്കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചവനായ ഒരുവനെ. വതജഅലൂന ലഹു അൻദാദ, എന്നിട്ട് അവന് സമന്മാരെ സങ്കല്പിക്കുകയും ചെയ്യുകയാണോ? 2 നാളുകളിലായിട്ട് ഭൂമിയെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ നിഷേധിക്കുകയും എന്നിട്ട് വേറെ പലരും അവന് നിദ്ദുകളാണ്, അവന് തുല്യന്മാരാണ്, സമന്മാരാണ് എന്ന നിലക്ക് പരിഗണിക്കുകയും ചെയ്യുകയാണോ? ദാലിക റബ്ബുൽ ആലമീൻ, ഈ വിധത്തില് 2 നാളുകളിലായി ഭൂമിയെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബുണ്ടല്ലോ, അവനാണ് പ്രപഞ്ചങ്ങളുടെ നാഥൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു. വജഅല ഫീഹാ റവാസിയ, അവൻ അതിൽ ഭൂമിയിൽ പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും ചെയ്തു. മിൻ ഫൗഖിഹ, ഭൂമിയുടെ ഉപരിതലത്തിലായി, ഭൂമിയുടെ മുകളിലായി. വബാറക ഫീഹ, എന്നിട്ട് പിന്നെ അതിന്റെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്തു. വഖദ്ദറ ഫീഹ അഖ്വാതഹ, അതിന്റെ സകലവിധ ജീവിത വിഭവങ്ങളും അതിലൊരുക്കുകയും ചെയ്തു. വഖദ്ദറ ഫീഹ, അതിന് നിശ്ചയിച്ചു. അഖ്വാതഹ, ഓരോ ഘട്ടങ്ങളിലായിട്ട് അതിൽ ഉണ്ടാവേണ്ട, ലഭ്യമാവേണ്ട, അതിൽ മുളച്ചുണ്ടാവേണ്ടതും അല്ലെങ്കിൽ ലഭ്യമാവേണ്ടതുമായ സംഗതികളൊക്കെയും. ഫി അർബഅത്തി അയ്യാം, 4 നാളുകളിലായിട്ടാണ് അവൻ ഇക്കാര്യം ചെയ്തിട്ടുള്ളത്. സവാഅൻ ലിസ്സായിലീൻ, എല്ലാ ആവശ്യക്കാരുടെയും ചോദിക്കുന്നവരുടെയും തേടുന്നവരുടെയും ഒക്കെ താല്പര്യത്തിനായി, അവർക്കൊക്കെയുമായിട്ട്
ഭൂമിയെ വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമാക്കിയ ആ അള്ളാഹുവിനെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്? 2 നാളുകളിലായി ഭൂമിയെ സൃഷ്ടിക്കുകയും പിന്നെ അതിന്റെ മേൽ പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും സകല ജീവജാലങ്ങൾക്കും വിഭവങ്ങൾ ഒരുക്കുകയും അവയ്ക്ക് വേണ്ട സകലവിധ ആവശ്യങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ട വിഭവങ്ങളും വസ്തുവകകളും ഒക്കെ സജ്ജീകരിക്കുകയും ചെയ്ത് ഭൂമിയെ വാസയോഗ്യമാക്കി മാറ്റിയ 4 നാളുകളിലായിട്ട് ഭൂമിയെ ഈ വിധത്തിൽ സജ്ജീകരിച്ചെടുത്ത നിങ്ങളുടെ റബ്ബിനെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത് എന്നാണ് അവരോട് ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിടെ പറയുന്നത്. പ്രപഞ്ച സംവിധാനത്തിന്റെ ദൈവിക ആസൂത്രണത്തിൽ മനുഷ്യന്റെ ശ്രദ്ധ പതിയേണ്ട വിധത്തില് ആ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ, അള്ളാഹുവിന്റെ ഏകത്വത്തെ ഇവിടെ ബോധ്യപ്പെടുത്തുന്ന വിധത്തില് ചോദ്യം ഉന്നയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. 9-10 ആയത്തുകളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഭൂമിയുടെയും ഭൂമിയുടെ ആവാസ വ്യവസ്ഥയുടെയും സജ്ജീകരണങ്ങൾ ഏത് വിധത്തിൽ അള്ളാഹു നിർവഹിച്ചു വെച്ചിരിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് മനുഷ്യൻ മനനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ആയത്തുകൾ നിർദ്ദേശിക്കുന്നത് എന്നത് കാണാൻ സാധിക്കും. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ആ ദൈവനിഷേധപരമായ നിലപാട്, അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാത്ത ആ നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അഇന്നകും ലതക്ഫുറൂൻ, നിങ്ങൾ നിഷേധിക്കുകയാണോ ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ, 2 നാളുകളിലായിട്ട് ഭൂമിയെ സൃഷ്ടിച്ചവനായ അള്ളാഹുവെ നിങ്ങൾ നിഷേധിക്കുകയാണോ എന്നതാണ് ചോദ്യം. ഭൂമിയുടെ സൃഷ്ടിപ്പിന് 2 നാളുകൾ വിനിയോഗിച്ച ഒരു കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേപോലെ പിന്നെ അതിൽ പർവ്വതങ്ങളെ സ്ഥാപിക്കുന്നതിനും അതിനു വേണ്ട സകല വിഭവങ്ങളും അതിലൊരുക്കുന്നതിനുമായി 4 നാളുകൾ ചെലവിട്ടുകൊണ്ട് സകല ആവശ്യക്കാരുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന വിധത്തില് ഇവിടെ ഭൂമിയിൽ വിഭവങ്ങൾ ഒരുക്കിയ കാര്യവുമാണ് അള്ളാഹുവിടെ പറയുന്നത്. ഭൂമിയുടെ സൃഷ്ടിപ്പിനും ഈ സജ്ജീകരണത്തിനുമായി അള്ളാഹു 2 ഘട്ടങ്ങള് തുടക്കത്തിലും 2 നാളുകൾ തുടക്കത്തിലും പിന്നീട് 4 നാളുകളും എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം. തുടർന്ന് ആകാശത്തെ സംവിധാനിച്ച കാര്യം പരാമർശിച്ചുകൊണ്ട് 2 നാള് എന്നത് ഇതിന് ശേഷമുള്ള ആയത്തില് പരാമർശിക്കപ്പെടുന്നത് കാണാൻ കഴിയും. അപ്പോ ഈ എണ്ണം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ 2ഉം 4ഉം പിന്നെ വീണ്ടും 2ഉം ആകുമ്പോൾ 8 നാളുകൾ എന്ന ഒരു പരാമർശം നമുക്ക് ഈ പ്രയോഗങ്ങളിൽ നിന്നായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ധാരാളം സന്ദർഭങ്ങളിലായിട്ട് വിശുദ്ധ ഖുർആനിൽ ആകാശഭൂമികളെ അള്ളാഹു 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചു എന്ന് പറയുന്നതും കാണാം. അപ്പൊ ഇതൊരു വൈരുദ്ധ്യമല്ലേ എന്ന വിധത്തില് ചോദ്യം ഉന്നയിക്കപ്പെടാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് 6 നാളുകളിലായിട്ടാണ് ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ്. പക്ഷെ ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന ചില വിശദാംശങ്ങൾ അതിനോട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ വിശദാംശങ്ങളെ ഇതിൽ പരാമർശിക്കപ്പെട്ട യൗമിനെ എണ്ണി കൂട്ടി നോക്കിയാൽ 8 വരികയും ചെയ്യും. അപ്പൊ ഇത് വൈരുദ്ധ്യമല്ലേ എന്നതാണ് ഒരു ചോദ്യമായിട്ട് പരിഗണിക്കപ്പെടേണ്ടതുള്ളത്. സൂറത്തുൽ അഅറാഫിലും സൂറത്ത് യൂനുസിലും സൂറത്ത് ഹൂദിലും അതുപോലെ സൂറത്തുൽ ഫുർഖാനിലും ഒക്കെ
6 നാളുകളിലായി ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ച കാര്യം പറയുന്നുണ്ട്. അപ്പോ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 തലത്തില് ഇവിടെ നമ്മുടെ യുക്തിപരമായ നിലപാടുകളുടെ അടിത്തറ വെല്ലുവിളിക്കപ്പെടുന്ന പോലെ തുടക്കത്തിൽ നമുക്ക് അനുഭവപ്പെടാം. ഒന്ന്, യൗമ് എന്ന ആശയം തന്നെ ഉണ്ടാവുന്നത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ തുടർന്ന് സൂര്യന്റെ ചലനവും അതിന്റെ ചംക്രമണവും ഒക്കെ വ്യവസ്ഥപ്പെടുത്തപ്പെടുന്നതിന് തുടർന്നല്ലേ യൗമ് എന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടാവുന്നത്? പിന്നെ എങ്ങനെയാണ് ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് 2 ദിവസവും ഭൂമിയുടെ ഉപരിതലം പർവ്വതങ്ങളെ സ്ഥാപിച്ചും സകലവിധ വിഭവങ്ങള് ലഭ്യമാക്കിയും ഭൂമിയെ സജ്ജീകരിക്കുന്നതിന് 4 ദിവസവും പിന്നെ ആകാശത്തിന്റെ സൃഷ്ടിപ്പിന് 2 ദിവസവും എന്നൊക്കെ പറയുമ്പോൾ ഈ ദിവസം എന്ന ആശയം പോലും നിലവിൽ വരുന്നത് ഈ സംഗതികളൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോ ആ ഘട്ടത്തിൽ ദിവസം എന്ന് വെച്ചാൽ എന്താണ് എന്നതും ന്യായമായിട്ടും പരിഗണന അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. വേറെ ഒരു ചോദ്യം, ഈ 2 ഇടങ്ങളിലായിട്ട് അല്ലെങ്കിൽ പലയിടങ്ങളിലായിട്ട് ഖുർആൻ പറയുന്നത് ആകാശങ്ങളെയും ഭൂമിയെയും 6 നാളുകളിലായി സൃഷ്ടിച്ചു എന്നതാണല്ലോ. ഇവിടെ 6ഉം കൂടാതെ 2ഉം പരാമർശിക്കപ്പെടുന്ന 8 നാളുകളിൽ എന്ന വിധത്തിലാണല്ലോ വരുന്നത്. ഇത് പരസ്പരം വൈരുദ്ധ്യമുള്ള കാര്യമല്ലേ എന്ന ഒരു ചോദ്യവും ന്യായമായിട്ടും വരും. സൂക്ഷ്മമായിട്ട് വിശുദ്ധ ഖുർആനിൽ യൗമ്, അയ്യാം, യൗമൈൻ തുടങ്ങിയ പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളും വെച്ച് മനസ്സിലാക്കുമ്പോൾ, അതുപോലെ ചിലയിടങ്ങളിൽ അള്ളാഹു ഒരു നാളിനെ കുറിച്ച് പറയുന്നത് അത് കാന മിഖ്ദാറുഹു 50 അൽഫ സന, 50,000 വർഷങ്ങളുടെ ദൈർഘ്യമാണ് അതിന്റെ ആ ദിനത്തിന്റെ ദൈർഘ്യം എന്നൊക്കെ പറയുന്നത് വേറെയും കാണാം. ഇതൊക്കെ ചേർത്ത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭാഷാപരമായുള്ള സാധ്യത വിലയിരുത്തിക്കൊണ്ട് വേണം ഈ നമ്മൾ നേരിടുന്ന ഈ ചോദ്യം, ഇത് വൈരുദ്ധ്യമല്ലേ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ. ഞാൻ അതിലേക്ക് വരാം. ഈ ആയത്തുകൾ ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഖുൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ. അള്ളാഹുവിന്റെ ഏകത്വത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവന്റെ ദിവ്യത്വത്തില് മറ്റു പലരും പങ്കാളികളാണ് എന്ന വിധത്തില് കാര്യങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കയിലെ ആളുകളോട് ചോദിക്കുന്നത് 2 നാളുകളിലായി ഭൂമിയെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ നിഷേധിക്കുകയാണോ എന്നതാണ്. എന്നിട്ട് മാത്രവുമല്ല, അവന്റെ ഇലാഹ് എന്ന ആ സ്റ്റേറ്റസിന് പങ്കാളികളായിട്ട് വേറെയും ചില തുല്യന്മാർ അവനോടൊപ്പം ഉണ്ട് എന്ന വിധത്തിലാണ് നിങ്ങൾ പരിഗണിക്കുന്നത്. വതജഅലൂന ലഹു അൻദാദ, അവന് ചില പങ്കാളികളുണ്ട് എന്ന കാര്യവും നിങ്ങൾ കണക്കാക്കുന്നു. അങ്ങനെ നിങ്ങൾ ആ നിലക്കാണ് കാര്യങ്ങളെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ആകാശത്തെ, ഈ ഭൂമിയെ 2 നാളുകളിലായി സൃഷ്ടിച്ച ആ ഇലാഹുണ്ടല്ലോ, അവനാണ് ദാലിക റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ നാഥനായ അള്ളാഹു അവനാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. വജഅല ഫീഹ റവാസിയ മിൻ ഫൗഖിഹ, എന്നിട്ട് ഈ ഭൂമിയുടെ ഉപരിതലത്തിലായിട്ട് അവൻ പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. വബാറക ഫീഹ വഖദ്ദറ ഫീഹ അഖ്വാതഹ, ധാരാളം കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഭൂമിയെ സൃഷ്ടിച്ചു, അതിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചു, അതില് ദൈവികമായ അനുഗ്രഹങ്ങൾ നിറച്ചു, അതില് സകല വിഭവങ്ങളും കണക്കാക്കി നിശ്ചയിച്ചു. ഭൂമിയുടെയും ആകാശങ്ങളുടെയും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് മുതൽ ഇന്ന് വരെയുള്ള അല്ലെങ്കിൽ ഇനി അങ്ങോട്ട്
ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യം വരെയുള്ള കാര്യങ്ങളാണല്ലോ അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ അള്ളാഹു സജ്ജീകരിച്ചിരിക്കുന്ന വിഭവങ്ങള് എല്ലാ കാലത്തും ഒരുപോലെ അങ്ങനെ നിൽക്കുന്നതല്ല നമ്മൾ കാണുന്നത്. വിഭവങ്ങൾ ഉള്ളത് ഇപ്പോ സമ്പത്തും ജൈവ സമ്പത്തും ഒക്കെ ആണെങ്കിൽ അതില് നിരന്തരം അവ പ്രയോജനപ്പെടുത്തപ്പെടുകയും വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നമ്മൾ കാണുന്നുണ്ട്. പണ്ടുണ്ടായിരുന്നത് അതേപടി നിലനിൽക്കുകയല്ല ചെയ്യുന്നത്, വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, പലതിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ചിലപ്പോ ചില വിഭവങ്ങൾ വളരെ കുറഞ്ഞു പോകുന്നു, വേറെ ചില വിഭവങ്ങൾ വളരെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ പല വ്യത്യാസങ്ങളോടെയും ആണ് ഈ അക്വാത്ത്, ഈ വിഭവങ്ങൾ, ഭൂമിയിൽ അള്ളാഹു സജ്ജീകരിച്ചിരിക്കുന്ന വിഭവങ്ങൾ ഇവിടെ ലഭ്യമാവുന്നത്. ഒരേ അളവിലോ ഒരേ രീതിയിലോ ഒന്നുമല്ല. വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ വ്യത്യസ്തമായ വിഭവങ്ങൾ വളരെ വ്യത്യസ്തമായ അളവുകളിലായിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭൂമുഖത്ത് അള്ളാഹു സൃഷ്ടിച്ച സകല ജീവജാലങ്ങളുടെയും ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന വിധത്തിൽ അത് വളരെ സൂക്ഷ്മമായ ജീവികൾ മുതൽ ഏറ്റവും വലിയ ജന്തുവർഗത്തിൽപ്പെട്ട ജീവികളും അതുപോലെ ഈ ഭൂമിയെ തന്നെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള മനുഷ്യനെ പോലെയുള്ള ജീവികൾക്കും സകലവിധ വിഭവങ്ങളും ലഭ്യമാകുന്ന വിധത്തിലാണ് ഭൂമിയുടെ സജ്ജീകരണം. മനുഷ്യന്റെ അന്വേഷണങ്ങളുടെയൊക്കെ ഭാഗമായി അവൻ പുതിയ പുതിയ പലതും കണ്ടെത്തുമ്പോൾ അതിനാവശ്യമായ വസ്തുവകകളൊക്കെയും അവൻ അന്വേഷിച്ച് തേടിപ്പിടിച്ച് കണ്ടെത്തുന്നത് ഭൂമിയിൽ തന്നെയാണ്. നമ്മൾ പിന്നിട്ട കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 100-150 വർഷങ്ങൾക്കുള്ളിലായിട്ട് മാത്രം മനുഷ്യന്റെ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള ചില സംഗതികളെ കാണാൻ കഴിയും. ഇപ്പോ പെട്രോൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് പോളിമർ റിലേറ്റഡ് ആയ സംഗതികളൊക്കെയും നമുക്ക് ലഭ്യമായി തുടങ്ങി. പെട്രോളിന്റെ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയയിൽ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന സംഗതിയാണ് പോളിമർ. അതിൽ നിന്നാണ് മനുഷ്യൻ പ്ലാസ്റ്റിക് എന്ന ഒരു അടിസ്ഥാന സംഗതി ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് മനുഷ്യന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന വിധത്തിലുള്ള പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നത്. ഒരു 200 കൊല്ലം മുമ്പ് ലോകത്ത് മനുഷ്യർക്ക് ലഭ്യമായിരുന്നില്ലാത്ത ഈ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകൾക്കുള്ളിലായിട്ട് മനുഷ്യര് പരിമിതമായ തോതിൽ തുടക്കത്തിലും പിന്നീട് വളരെ വ്യാപകമായ തോതിൽ എല്ലാ ഇടങ്ങളിലേക്കും എത്തുന്ന വിധത്തിലൊക്കെ അതിന്റെ ഉൽപാദനം നടക്കുകയാണ്. അത് പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നത്. മനുഷ്യോൽപത്തി മുതൽ ഒരുപാട് നൂറ്റാണ്ടുകൾ വരെ ഉപയോഗപ്പെടുത്തപ്പെടാതെ കിടന്നിരുന്ന ഒരു പ്രപഞ്ചത്തിലുള്ള ഭൂമിയിൽ അള്ളാഹു ഒരുക്കി വെച്ചിരുന്ന സംഗതികളിൽ പെട്ടതാണ് ഈ പോളിമർ എന്ന ഈ വസ്തു, പെട്രോളിയത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആയി വരുന്ന ഈ സംഗതി. അതുപോലെ ഇരുമ്പിന്റെ ഉപയോഗം അറിയാതിരുന്ന ദീർഘമായ ഒരു കാലം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ലോഹങ്ങളുടെ പല ലോഹങ്ങളും കണ്ടെത്തുന്നതും അത് പ്രയോജനപ്പെടുത്തുന്നതും ഒക്കെ നാഗരിക വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലായിട്ടാണ്. അതുപോലെ പ്രകൃതിയില് കാൽഷ്യത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തി തുടങ്ങുന്ന ഒരു ഘട്ടമുണ്ട്. അതുപോലെ വൃക്ഷങ്ങൾ തന്നെ അതിന്റെ പ്രാഥമികമായ ഒരു ഉപയോഗത്തിൽ മാത്രം പരിമിതമായി നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് അതിന്റെ തടിയും അതിന്റെ മറ്റ് വൃക്ഷങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന പല സംഗതികളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം മനുഷ്യരുടെ നാഗരികമായ മുന്നേറ്റത്തിന് ആവശ്യമായ സകല വിഭവങ്ങളും അവൻ പരതി തെരഞ്ഞ് കണ്ടുപിടിക്കുന്നത് ഈ ഭൂതലത്തിൽ തന്നെയാണ്. അതുപോലെ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ്. വൈദ്യുതി കണ്ടെത്തുന്നതിന് മുമ്പ്
മനുഷ്യന് വൈദ്യുതി ട്രാൻസ്മിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലോഹം അല്ലെങ്കിൽ ലോഹത്തിന്റെ കമ്പികളൊന്നും അത്രത്തോളം ആവശ്യമുണ്ടായിരുന്നതല്ല. പക്ഷെ വൈദ്യുതി എന്നൊരു സാധ്യത രൂപപ്പെട്ടു വന്നപ്പോ ഈ മണ്ണില് അല്ലെങ്കിൽ ഭൂമിയിലെ സാധ്യതകൾ തന്നെയാണ് മനുഷ്യൻ അത് സർക്കുലേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തെരഞ്ഞു നടന്നത്. അപ്പൊ മനുഷ്യന് ആവശ്യമായിട്ടുള്ള ലോഹം ഭൂമുഖത്ത് ലഭ്യമാണ് എന്നത് മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്തുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. ഇപ്പൊ ഇന്റർനെറ്റ് നിലവിൽ വന്നത് സമീപകാലത്താണ്. ഒരു 50 വർഷത്തിൽ താഴെ മാത്രമാണ് അതിന്റെ ഉപയോഗം നിലവിൽ വന്നിട്ട് പിന്നീടുകയുണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പല കേബിളുകളുടെയും ഉപയോഗം തുടക്കത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോ കേബിൾ ഇല്ലാതെയും ഇന്റർനെറ്റിന്റെ ലഭ്യത അത് വിദൂര ഇടങ്ങളിലേക്ക് ലഭ്യമാക്കുന്ന സംവിധാനങ്ങളൊക്കെ മനുഷ്യന് കണ്ടെത്തി. അപ്പൊ ഓരോ ഘട്ടത്തിലും നാഗരികമായ മുന്നേറ്റം ഉണ്ടാകുന്ന ഓരോ ഘട്ടത്തിലും മനുഷ്യൻ അടുത്ത പടിയിലേക്ക് പോകുന്നതിന് ആവശ്യമായ ധാതുക്കള്, രാസവസ്തുക്കള്, അതുപോലെയുള്ള സംഗതികളൊക്കെ എവിടുന്നാണ് കിട്ടിക്കൊണ്ടുവന്നത്? മനുഷ്യൻ അത് വേറെ ഏതെങ്കിലും ഗോളങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതോ അല്ലെങ്കിൽ അവിടെ പോയി കണ്ടെത്തി കൊണ്ടുവന്നതോ ഒന്നുമല്ല. ഇവയുടെ ഒന്നും ഉപയോഗം അറിയാതെ ഒരുപാട് നൂറ്റാണ്ടുകൾ മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ ആവശ്യമായി വന്ന ഘട്ടത്തിൽ ഓരോന്നിനും മനുഷ്യന് അതിന് വേണ്ട വസ്തുവകകൾ കണ്ടെത്തുന്നത് ഭൂമിയിൽ തന്നെ. അപ്പൊ ഭൂമിയുടെ സൃഷ്ടിപ്പ് കഴിഞ്ഞ് 10,000-കണക്കിന് വർഷങ്ങൾ പിന്നിട്ടിട്ടും മനുഷ്യൻ നേരിടുന്ന പല ആവശ്യങ്ങൾക്കുമുള്ള സംഗതികൾ ഈ ഭൂമിയിൽ തന്നെ മനുഷ്യന് കണ്ടെത്താൻ പറ്റുന്നു എന്നത് എത്ര ഗംഭീരമായിട്ടാണ് ഈ ഭൂമിയെയും അതിന്റെ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലുള്ള ഈ വിഭവങ്ങളെയും ഒക്കെ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. മനുഷ്യനൊരു ആവശ്യം നേരിടുമ്പോ ഏതെങ്കിലും ബാഹ്യഗോളങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അല്ലാഹു തള്ളിയിടുകയല്ല ചെയ്യുന്നത്. ഇതൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. മനുഷ്യൻ ഓരോന്നോരോന്നായി പ്രയോജനപ്പെടുത്തി വരികയാണ് എന്നതാണ് വസ്തുത. അപ്പൊ അല്ലാഹു ഈ ഭൂതലത്തിനെ സജ്ജമാക്കിയത് അഖ്വാത്ത് കൊണ്ട് ഒരുക്കിയിട്ടുള്ളത് അത് കേവലം മനുഷ്യനും ജീവജാലങ്ങൾക്കും ആവശ്യമായ ഭക്ഷ്യവിഭവങ്ങൾ മാത്രമല്ല, സകലതും അതിൽ അടങ്ങിയിട്ടുണ്ട്. അവന്റെ വസ്ത്രധാരണത്തിന് ആവശ്യമായ, കാർഷിക ഉൽപാദനത്തിന് ആവശ്യമായ, അതുപോലെ മനുഷ്യന്റെ പാർപ്പിടങ്ങൾ നിർമ്മിക്കാൻ, കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ സംഗതികൾ, ഇതൊക്കെ തന്നെ ഓരോ ഘട്ടങ്ങളിലായിട്ട് മനുഷ്യൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 100 വർഷത്തിനപ്പുറത്ത് ഒരു പക്ഷേ പ്രയോഗത്തിൽ വന്നിട്ടില്ലാത്തൊരു സാധ്യതയാണ് കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി. ഒരു 100 വർഷത്തിനുള്ളിലാണ് അതിന്റെ ഉപയോഗം വ്യാപകമായിട്ടുള്ളത്. പക്ഷെ അത് കോൺക്രീറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സംഗതികളൊക്കെയും ഇവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. മനുഷ്യൻ ഓരോന്ന് ഉപയോഗിച്ച് നോക്കി അതിലൂടെ പ്രയോജനം കണ്ടെത്തി അതിന്റെ ഉപയോഗം വ്യാപകമാവുന്നതാണ് നമ്മൾ കാണുന്നത്. പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള വിഭവങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്ന പ്രക്രിയയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നത് കാണാൻ കഴിയും. പക്ഷെ ഇതൊന്നും പിന്നീട് ഭൂമുഖത്ത് രൂപപ്പെട്ട സംഗതികളല്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമിയിൽ ഉണ്ടായിരുന്നതും മനുഷ്യൻ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രയോജനപ്പെടുത്തുന്നതുമായ കാര്യങ്ങളാണ്. വളരെ പൗരാണികമായ ഘട്ടത്തിൽ മനുഷ്യോൽപത്തിയുടെ ആ തുടക്കഘട്ടത്തില് ഒരുപക്ഷെ മനുഷ്യന് വളരെ പ്രാഥമികമായ അന്വേഷണങ്ങളെ ഉണ്ടാവുള്ളൂ. അവന്റെ അടിസ്ഥാനപരമായ ഭക്ഷ്യ ആവശ്യങ്ങള്, അതുപോലെ സുരക്ഷിതത്വത്തിന് വേണ്ടി, പാർപ്പിട ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രാഥമികമായ സംഗതികൾ, വസ്ത്ര ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സംഗതികൾ, ഇങ്ങനെയൊക്കെയുള്ളത് ക്രമേണ
ഇത്തരം ആവശ്യങ്ങളെ മനുഷ്യൻ നേരിടുകയും അതിനുള്ള പരിഹാരം ഭൂമിയിൽ തേടുകയും അത് കണ്ടെത്തുകയും ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ മനുഷ്യ നാഗരികത ഒരുപാട് മുന്നോട്ട് പോയി. എല്ലാ ജീവിത മേഖലയിലും വലിയ വിപ്ലവങ്ങള് മനുഷ്യന്റെ കണ്ടെത്തലുകളിലൂടെ സാധ്യമായിട്ടുണ്ട്. വസ്ത്രനിർമ്മാണ രംഗത്ത്, അതുപോലെ കടലാസ് നിർമ്മാണം, അതിന്റെ ഉപയോഗം, അച്ചടി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മേഖലകളിൽ മനുഷ്യൻ വലിയ മുന്നേറ്റം പല ഘട്ടങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ സന്ദർഭങ്ങളിലൊക്കെയും മനുഷ്യന് ആവശ്യമായ വിഭവങ്ങള് എവിടുന്നാണ് കിട്ടിയത്? ഈ ഭൂമിയിൽ നിന്ന് തന്നെയാണ്. അതൊക്കെയും ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി. ആ വിധത്തില് ഭൂമിയെ അവൻ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ഭൂമിയെ സജ്ജീകരിച്ചു വെച്ചവനായ അള്ളാഹുവിനെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഖുൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ. ഭൂമിയെ 2 നാളുകളിലായിട്ട് സൃഷ്ടിച്ച ആ അള്ളാഹുവിനെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്? വതജഅലൂന ലഹു അൻദാദ. എന്നിട്ട് വേറെ പലരും അവനോടൊപ്പം ദിവ്യത്വത്തില് തുല്യമായ പങ്കാളിത്തമുള്ളവരായി വേറെ ചിലരും ഉണ്ട് എന്നതാണോ നിങ്ങൾ കരുതുന്നത്? ദാലിക റബ്ബുൽ ആലമീൻ. ഈ ഭൂമിയെ ഈ വിധത്തിൽ സജ്ജീകരിച്ചവനായ റബ്ബുണ്ടല്ലോ, അവനാണ് ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു. എന്നിട്ട് ആ അള്ളാഹുവിന്റെ മഹത്തരമായ ആസൂത്രണത്തെ അള്ളാഹു പരാമർശിക്കുകയാണ്. വജഅല ഫീഹാ റവാസിയ. പർവ്വതങ്ങളാണ് മനുഷ്യന് ആവശ്യമായ വളരെ വിഭവങ്ങളുടെയും കേന്ദ്രം. മലകളും പർവ്വതങ്ങളും മനുഷ്യനായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള വിഭവങ്ങൾക്ക് യാതൊരു കണക്കുമില്ല. കാർഷിക വിഭവങ്ങള്, ജൈവ സമ്പത്ത് മാത്രമല്ല, മനുഷ്യന് ആവശ്യമായി പിന്നീട് കണ്ടെത്തുന്ന ഒരുപാട് രാസപദാർത്ഥങ്ങളും, അതുപോലെ പ്രകൃതിയിൽ നിന്ന് മനുഷ്യന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വിവിധ രൂപത്തിലും സ്വഭാവ ഗുണങ്ങളോടെയുമുള്ള പാറക്കല്ലുകൾ പോലും ഈ ഗണത്തിൽ നമുക്ക് കാണാം. ഇപ്പൊ കോൺക്രീറ്റിന്റെ നിർമ്മാണത്തിന് ഏറ്റവും ഏറെ ഉപയോഗപ്പെടുത്തപ്പെടുന്നത് ഈ കരിങ്കല്ലിന്റെ മെറ്റലാണ്. പ്രത്യേക വലിപ്പത്തിലും മുറിച്ചെടുത്തിട്ടുള്ള കല്ലുകളാണല്ലോ. അത് മനുഷ്യന് കൂടുതലായും ലഭ്യമാവുന്നത് ഇതുപോലെയുള്ള കൂറ്റൻ പർവ്വതങ്ങളിൽ നിന്നാണ് എന്നത് നമുക്കറിയാം. അതുപോലെ മനുഷ്യന്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്ന മാർബിള് പോലെയുള്ള കല്ലുകള്, അതുപോലെ ഒത്തിരി സംഗതികൾ. ഇപ്പോ മണലിന് പകരം ഉപയോഗിക്കുന്ന എംസാൻഡ് പോലെയുള്ളതൊക്കെയും ഈ പർവ്വതങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ഭക്ഷ്യവിഭവങ്ങള് നമ്മൾ എണ്ണിയാൽ തീരാത്ത വിധം പർവ്വതങ്ങളിലാണ് കൂടുതലായിട്ടും പലയിടങ്ങളിലായിട്ട് ലഭ്യമായിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അതുപോലെ നമ്മള് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ പോലെയുള്ള വൃക്ഷങ്ങൾ, ഇതൊക്കെയും മലഞ്ചെരിവുകളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് എളുപ്പത്തിൽ കൃഷി ചെയ്യാനൊക്കെ പറ്റുന്ന സംഗതിയായിട്ട് കാണാൻ സാധിക്കും. അപ്പോ മനുഷ്യന് ഈ രാസപദാർത്ഥങ്ങളായും പ്രകൃതിയിലെ അതുപോലെയുള്ള സംഗതികളായിട്ടൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ. അപ്പോ പർവ്വതങ്ങളെ അവൻ സ്ഥാപിച്ചു എന്ന് പറയുന്നത് ഈ വിഭവങ്ങൾ, പർവ്വതങ്ങളിൽ ലഭ്യമായ വിഭവങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, പർവ്വതങ്ങൾ തന്നെയും ഭൂമിയുടെ നിലനിൽപ്പിനും അവിടുത്തെ സന്തുലിതത്വത്തിനും ഒക്കെ വളരെ ആവശ്യമായ സംഗതികളാണ്. അതുപോലെ മീൻ ഫൗഖിഹ വബാറക ഫീഹ, ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ഇത് സജ്ജീകരിച്ചു. അതുപോലെ അതിനെ അവൻ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചു. എന്തെല്ലാം വിഭവങ്ങളാണ് ഈ ഭൂതലത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നത് നമ്മളൊക്കെ നിത്യേന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോ വഖദ്ദറ ഫീഹ അഖ്വാതഹ, ഖൂത്ത് എന്നതിന്റെ ബഹുവചനാണ് അഖ്വാത്ത്. അതിൽ അവൻ സകല വിധത്തിലുള്ള അഖ്വാത്തും ഒരുക്കി വെച്ചിരിക്കുന്നു. ഫീ അർബഅത്തി അയ്യാം, 4 നാളുകളിലായിട്ട്. സബാഅൻ ലിസ്സായിലീൻ,
സായിൽ എന്ന് പറഞ്ഞ ചോദിക്കുന്നവൻ എന്നാണ് അർത്ഥം. ചോദിക്കുന്നവർക്കൊക്കെയും തുല്യമായി, ചോദിക്കുന്നവർക്കൊക്കെയും അല്ലെങ്കിൽ തേടുന്നവർക്കൊക്കെയും വേണ്ട വിധത്തില്. ഇവിടെ സവാ എന്നത് പലപ്പോഴും തുല്യമായി എന്ന നിലക്ക് തെറ്റായി മനസ്സിലാക്കാറുണ്ട്. അതുകൊണ്ട് പ്രകൃതിയിലെ വിഭവങ്ങളൊക്കെ എല്ലാവർക്കും തുല്യമായിട്ട് ഉപയോഗപ്പെടുത്താനുള്ളതാണ് എന്ന ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള ഒരു ആശയം വിശുദ്ധ ഖുർആനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചിലർ പറയുന്നതാണ്. യഥാർത്ഥത്തില് അത് പ്രകൃതിയുടെ പോലും നിയമമല്ല. പ്രകൃതിയിലെ വിഭവങ്ങളെ, ഇപ്പൊ ജീവജാലങ്ങളെ നിരീക്ഷിച്ചാൽ ഒരു സിംഹം കൺസ്യൂം ചെയ്യുന്ന അളവില് ഒരു മുയലോ അല്ലെങ്കിൽ എലിയോ അതുപോലെയുള്ള ജീവികളൊന്നും പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് കാണാം. അപ്പൊ ഒന്നും ഇവിടെ തുല്യമായിട്ടല്ല പ്രയോജനപ്പെടുത്തപ്പെടുന്നത്, തുല്യമായി കിട്ടേണ്ട ആവശ്യവുമില്ല. പക്ഷെ എല്ലാവർക്കും എന്ന വിധം ആവശ്യങ്ങളുമായിട്ട് അന്വേഷിച്ച് നടക്കുന്ന സകല ആളുകൾക്കും എന്ന വിധത്തിൽ അള്ളാഹു ഇവിടെ അഖ്വാത്ത് ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ തുല്യതയുടെ വിഷയമല്ല അത്. തുല്യത വേണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് വേറെ പഠനം നടത്താം. വിശുദ്ധ ഖുർആൻ എന്താണ് അതിൽ നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തുകയൊക്കെ ചെയ്യാം. പക്ഷെ പ്രകൃതിയിലുള്ള അള്ളാഹു ഒരുക്കിയ വിഭവങ്ങൾ, അഖ്വാത്തുകള് ഇവിടെ ആർക്കും തുല്യമായിട്ടല്ല നൽകപ്പെട്ടിട്ടുള്ളത്, തുല്യമായിട്ട് ആവശ്യവുമില്ല. മറിച്ച് ആവശ്യമുള്ള എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന വിധത്തില് അള്ളാഹു ഇതൊക്കെയും ഒരുക്കി വെച്ചിരിക്കുകയാണ്. ശവാഅൻ ലിസ്സാഇലീൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അഖ്വാത്തുകള്, ചില അഖ്വാത്ത് നമുക്ക് കൂടുതൽ ആവശ്യമുള്ളതാണ്, വേറെ ചിലർക്ക് ആവശ്യം തന്നെ ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകൃതി വിഭവങ്ങളായ ഇപ്പോ കരിങ്കല്ലിന്റെ, ഈ കരിങ്കല്ലിൽ നിന്നുണ്ടാക്കുന്ന, കരിമ്പാറയിൽ നിന്നെടുക്കുന്ന ഈ മെറ്റല്, എംസാൻഡ് പോലെയുള്ളതൊന്നും ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് വല്ല പ്രയോജനം ഉണ്ടോ നോക്കിയാൽ അത് പ്രയോജനപ്പെടുത്തുന്ന ജീവികൾ തന്നെ ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവർക്ക് ആവശ്യമായ പലതും ഇവിടെ ഉണ്ട്. നമുക്കും അവർക്കും ഒരുപോലെ ആവശ്യമുള്ളതും ഉണ്ട്. അതുപോലെ എല്ലാ ജീവജാലങ്ങളും പ്രയോജനപ്പെടുത്തുന്ന വായു, വെള്ളം പോലെയുള്ളതുണ്ട്. സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡും മനുഷ്യരും ജന്തുജാലങ്ങളും പ്രയോജനപ്പെടുത്തുന്ന ഓക്സിജനും ഇവിടെ ഉണ്ട്. അതുപോലെ പ്രകൃതിയിൽ അള്ളാഹു ധാരാളം വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവയൊക്കെയും തന്നെ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള സകലതിന്റെയും ആവശ്യങ്ങൾ നിവർത്തിക്കുന്ന വിധത്തിലാണ് ഇതൊക്കെയും ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള ജീവജാലങ്ങളുണ്ടോ അവരുടെയൊക്കെ അതിജീവനത്തിന് ആവശ്യമായ വിഭവങ്ങൾ ഇവിടെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. അപ്പൊ ഇതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ പരാമർശിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത്. 2 നാളുകളിലായി ഭൂമിയെ സൃഷ്ടിച്ചു, 4 നാളുകളിലായി പർവ്വതങ്ങളെ സ്ഥാപിക്കാനും പർവ്വതങ്ങളിലും ഭൂമിയുടെ ഉപരിതലത്തിലുമായി സകലവിധ വിഭവങ്ങൾ കൊണ്ട് നിറയ്ക്കാനും അതിന്റെ ക്രമവും കണക്കും നിർണയിക്കാനും അള്ളാഹു അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഖദ്ദറ ഫീഹ അഖ്വാതഹ എന്ന് പറയുമ്പോ ഇതില് ഒരിക്കലും തന്നെ ഈ അഖ്വാത്ത് എല്ലാ കാലങ്ങളിലും ഒരുപോലെ അല്ല ഇവിടെ ഉള്ളത്. ഓരോ ഘട്ടത്തിലും അള്ളാഹു നിശ്ചയിച്ച ഒരു അളവ് അനുസരിച്ചാണ് എല്ലാം ഉണ്ടാകുന്നത്. അത് ഉപയോഗപ്പെടുത്തപ്പെടുന്നു, വീണ്ടും ഉണ്ടാകുന്നു. അതിനൊക്കെ അള്ളാഹു ഒരു ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. എത്ര അളവിൽ ഉണ്ടാവണമെന്നും എത്ര കൺസ്യൂം ചെയ്യപ്പെടണമെന്നും അത് ആർക്കൊക്കെ പ്രയോജനപ്പെടണം എന്നതൊക്കെ അള്ളാഹുവിന്റെ ഖദറിന്റെ ഭാഗമായിട്ട് ഉണ്ട്. ഭൂമിയെ സൃഷ്ടിച്ച നാൾ മുതൽ ഇന്ന് വരെ വിഭവങ്ങൾ ഇവിടെ ഒരേ അളവിൽ നിലനിൽക്കുകയും അതിന്ന് ഭാഗികമായിട്ട് അങ്ങനെ കൺസ്യൂം ചെയ്യപ്പെടുകയും എന്നിട്ട് അത് പൂർണ്ണമായി തീർന്നു പോവുകയും ചെയ്യുന്ന വിധത്തിലൊന്നുമല്ല. ചിലത് അങ്ങനെയുണ്ട്. അപ്പോ വെള്ളം നിരന്തരമായി മനുഷ്യന് ആവശ്യമുള്ളതാണ്. അതിന് അള്ളാഹു ഒരു വാട്ടർ സൈക്കിൾ സംവിധാനം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രകൃതിയിൽ വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് നമുക്ക് കരുതാൻ
സാധ്യതയില്ലാത്ത ചില വിഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. തീർന്നു പോകും എന്ന് തോന്നുന്ന, പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ദീർഘമായ കാലം കൊണ്ട് അത് തീർന്നു പോകും, എക്സോസ്റ്റഡ് ആവും എന്ന് തോന്നുന്ന തരം വിഭവങ്ങളുണ്ട്. എന്നാൽ നിരന്തരമായി വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യ സമ്പത്ത് പോലെയുള്ള, അതുപോലെ ജൈവ സമ്പത്ത് പോലെയുള്ളതൊക്കെയും ഭൂമിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെയും അള്ളാഹുവിന്റെ ഖദറിന്റെ ഭാഗമാണ്. അപ്പൊ ഈ സംവിധാനങ്ങളിലേക്കായിട്ട് ഇത് സജ്ജീകരിക്കുന്നതിനായി അവന് 4 നാളുകളാണ് വിനിയോഗിച്ചത് എന്നതും ഇവിടെ സൂചിപ്പിക്കപ്പെടുകയാണ്. തുടർന്നുള്ള ആയത്തില് ഇതിലെ ആകാശത്തെ രൂപകൽപ്പന ചെയ്യുന്നതിന് അവന് വീണ്ടും 2 നാളുകൾ വ്യയം ചെയ്ത കാര്യം പറയുന്നുണ്ട്. ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിലടങ്ങിയിട്ടുള്ള ഈ സമയവുമായി ബന്ധപ്പെട്ടുള്ള സങ്കീർണത നമുക്ക് അതിന്റെ വ്യക്തതയോടുകൂടി ആ സങ്കീർണത കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിന്റെ വിശദീകരണത്തിൽ ഈ കാര്യങ്ങൾ ചേർത്ത് പറയാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.